നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി വിജയന്റെ അടുത്ത വിക്കറ്റ് വീഴുന്നു. മന്ത്രി സജി ചെറിയാൻ ഇനി പുറത്തേക്ക് തന്നെ. ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ടുള്ള പ്രസംഗം, തുടർന്ന് പേരിനൊരു പോലീസ് കേസ്, നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ മന്ത്രിയുടെ ഒരു രാജിപ്രഖ്യാപനം, അതിനുശേഷം പോലീസ് റിപ്പോർട്ട് കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുന്നതിന് മുൻപ് മന്ത്രിസഭയിലേക്ക് സജി ചെറിയാനെ തിരിച്ചെടുത്തു. ഇപ്പോഴിതാ ഹൈക്കോടതിയിൽ നിന്ന് മാരക പ്രഹരമാണ് പിണറായി വിജയൻ സർക്കാരിന് കിട്ടിയിരിക്കുന്നത്. ഒപ്പം സജി ചെറിയാനെ തെറിപ്പിക്കുന്ന തരത്തിലേക്ക് കോടതിയുടെ പരാമർശം എത്തി നിൽക്കുന്നു. ഭരണഘടന വിരുദ്ധ പരാമർശത്തിലാണ് മന്ത്രി സജി ചെറിയാന് ശക്തമായ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. സജി ചെറിയാനെതിരായ കുറ്റം നിലനിൽക്കില്ല എന്നതായിരുന്നു പോലീസ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് റിപ്പോർട്ടും ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. കേസിൽ പുനരന്വേഷണത്തിനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കണം, വിശ്വാസ്യതയുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് കേസ് അന്വേഷിക്കണമെന്നും ഹൈക്കോടതി പറയുന്നു. ഇനി ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാവും ഈ കേസ് അന്വേഷണം. കേസിന്റെ അന്വേഷണത്തിൽ വലിയ പാളിച്ചകൾ സംഭവിച്ചു എന്ന് ഹൈക്കോടതി അക്കമിട്ട് നിരത്തി. കൃത്യമായ മൊഴി രേഖപ്പെടുത്തുകയോ വേണ്ടുന്ന തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്തില്ല. വേദിയിൽ ഉണ്ടായിരുന്നവരുടെ മൊഴികൾ മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചത്. മല്ലപ്പള്ളിയിലെ വിവാദ പ്രസംഗത്തിൽ അവിടെ ഉണ്ടായിരുന്നവരുടേതല്ലാത്ത മറ്റൊരാളുടെയും മൊഴി രേഖപ്പെടുത്തിയില്ല. സംഭവവുമായി ബന്ധപ്പെട്ട പെൻഡ്രൈവ്, CCTV ദൃശ്യങ്ങൾ എന്നിവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. എന്നാൽ ഫോറൻസിക് റിപ്പോർട്ട് കിട്ടുന്നതിന് മുൻപ് തെളിവില്ല, കുറ്റകൃത്യമില്ല എന്ന നിലയിൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. അന്വേഷണം അട്ടിമറിയായിരുന്നുവെന്ന് ഹൈക്കോടതി പറയുമ്പോൾ അത് പിണറായി വിജയൻ സർക്കാരിന് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രഹരമാകുന്നു. മറുവശത്ത് സജി ചെറിയാനെ ഇനി സംരക്ഷിച്ചു നിർത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നല്ല കേരളത്തിലെ CPM പാർട്ടിക്കും കഴിയില്ല. മന്ത്രിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് പോലീസ് അന്വേഷണ പ്രഹസനമെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഈ പ്രഹരത്തിന് മുന്നിൽ തരിച്ചു നിൽക്കുകയാണ് പിണറായി ഭരണകൂടം. ഭരണഘടനയെ അവഹേളിക്കുന്ന കേരളത്തിന്റെ മന്ത്രി, എന്നിട്ട് ഭരണഘടനയെ അവഹേളിച്ചില്ല എന്ന പോലീസ് റിപ്പോർട്ട്. സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചത് കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല, രാജ്യമാകെ കേട്ട ഒരു വൈറൽ പ്രസംഗമാണ്. ബ്രിട്ടീഷുകാർ പറയുന്നതനുസരിച്ച് എഴുതപ്പെട്ട ഭരണഘടന തൊഴിലാളി വർഗത്തെ ചൂഷണത്തിലേക്ക് ഇരയാക്കുന്നുവെന്നാണ് അന്ന് സജി ചെറിയാൻ തട്ടിവിട്ടത്. മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വച്ചിരിക്കുന്നതെന്ന് എല്ലാവരും പറയും. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ പറയും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ്. ബ്രിട്ടീഷുകാർ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് ഏതൊരാൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഭരണഘടനയെന്ന് ഞാൻ പറയും. ഇതിന്റെ മുക്കും മൂലയിലുമൊക്കെ കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം, മതേതരത്വം എന്നെല്ലാം എഴുതി വച്ചിരിക്കുന്നു. അതല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുക എന്നത് മാത്രമാണ് ഇതിന്റെ ഉദ്ദേശം. 2022 സജി ചെറിയാന്റെ ഈ വിവാദ പ്രസംഗം. ഭരണഘടനയെ കുന്തം, കൊടുച്ചക്രം എന്നുള്ള വാക്കുകൾ കൊണ്ട് പരിഹസിച്ചിരുന്നു സജി ചെറിയാൻ. ഇത്തരം വാക്കുകൾ അങ്ങേയറ്റം നികൃഷ്ടമാണ് എന്ന് ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടി. ഇത് ഭരണഘടനയെ അപമാനിക്കുന്നത് തന്നെ. സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ കേസന്വേഷിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. കൊച്ചി സ്വദേശിയായ അഭിഭാഷകൻ ബൈജു നോയലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ക്രൈംബ്രാഞ്ചിലെ സത്യസന്ധതയുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. അതിൽ വീഴ്ച വരുത്തിയാൽ CBIക്ക് ഈ അന്വേഷണം ഹൈക്കോടതി തന്നെ കൈമാറുമെന്നർത്ഥം. വിവാദങ്ങൾ കൊണ്ടേറെ പ്രശസ്തനാണ് സജി ചെറിയാൻ. തുടക്കം മുതൽ പിണറായി വിജയന് തലവേദനകൾ മാത്രമാണ് സമ്മാനിച്ചത് ഈ മന്ത്രി. ആലപ്പുഴയിലെ ഏറ്റവും കുപ്രസിദ്ധരായ ലഹരി ഇടപാടുകാർക്കുമൊത്ത് വേദി പങ്കിടുന്ന സജി ചെറിയാൻ. എപ്പോഴും വിവാദങ്ങൾ കയ്യകലത്തിൽ വിളിച്ചു വരുത്തുക സജി ചെറിയാന്റെ വിവാദമാണ്. വെള്ളപ്പൊക്ക കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ മുങ്ങിച്ചാകാൻ പോകുന്നു എന്ന് വിളിച്ചുകൂവിയ സജി ചെറിയാൻ അന്ന് ജനങ്ങളുടെ കയ്യടി നേടിയെങ്കിലും പിന്നീട് വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പതിച്ചുകൊണ്ടിരുന്നു. കേരളത്തിൽ 10ാം ക്ലാസ് ജയിച്ച പല വിദ്യാർത്ഥികൾക്കും എഴുതുവാനും വായിക്കാനും അറിയില്ല എന്നൊരിക്കൽ സജി ചെറിയാൻ തുറന്നടിച്ചു. ഇതിനെതിരെ ശക്തമായ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി തന്നെ രംഗത്തെത്തിയിരുന്നു. കേരളത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസ നിലവാരം വളരെ താഴെയാണ് എന്നതായിരുന്നു സജി ചെറിയാന്റെ ആരോപണം. നാട്ടുപുറത്തിന്റെ ശൈലി എന്നൊക്കെ പിണറായി വിജയൻ ക്യാമ്പ് സജി ചെറിയാനെ അനുകൂലിക്കാറുണ്ടെങ്കിലും സജി ചെറിയാൻ വലിയ തലവേദന തന്നെയാണ് ഓരോ ദിവസവും പാർട്ടിക്ക് സമ്മാനിക്കുന്നത്. ആലപ്പുഴയിൽ അന്ന് G. സുധാകരനെ ഒതുക്കാനായി പിണറായി പ്രത്യേകം നിയോഗിച്ച സജി ചെറിയാൻ പാർട്ടിക്ക് മാത്രമല്ല ഇപ്പോൾ ഭരണകൂടത്തിനും വലിയ തലവേദനയായിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയെ ഇത്രയധികം അപമാനിച്ച മറ്റൊരു പൊതുപ്രവർത്തകൻ കേരളത്തിലില്ല എന്നത് പരമമായ സത്യമാണ്.
എന്നിട്ടും ഈ മന്ത്രി ഇപ്പോഴും മന്ത്രിസഭയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നു. തെറ്റ് ചെയ്തത്, അധിക പ്രസംഗം നടത്തിയത്, ഭരണഘടനയെ അധിക്ഷേപിച്ചത് സജി ചെറിയാൻ എന്ന മന്ത്രിയായതുകൊണ്ട് പിണറായി വിജയൻ പോലീസ് അദ്ദേഹത്തെ സഹായിച്ചു. മന്ത്രിക്ക് അനുകൂലമായ റിപ്പോർട്ട് നൽകി. ഇപ്പോൾ ഹൈക്കോടതി എടുത്തിട്ടലക്കുമ്പോൾ ഇനി മന്ത്രിസ്ഥാനം തള്ളിപ്പിടിച്ചിരിക്കാൻ കഴിയില്ല എന്ന് സജി ചെറിയാനും ബോധ്യം വരുന്നുണ്ട്. താൻ രാജിവെക്കില്ല എന്നതാണ് സജി ചെറിയാന്റെ ആദ്യ പ്രതികരണം. എങ്കിലും സജി ചെറിയാന് പുറത്തേക്ക് തന്നെ വഴി കാട്ടിക്കൊടുക്കേണ്ടി വരും മുഖ്യമന്ത്രി പിണറായി വിജയന്. ഇതിനേക്കാൾ എത്രയോ നിസ്സാര സംഭവമായിരുന്നു പണ്ട് നമ്മുടെ ചിറ്റപ്പൻ കാട്ടിക്കൂട്ടിയത്. ബന്ധു നിയമനം എന്ന പേരിൽ അന്ന് ചിറ്റപ്പനെ പുറത്താക്കിയ പിണറായി വിജയൻ എന്തിനാണിങ്ങനെ സജി ചെറിയാനെ കെട്ടിപ്പിടിച്ച് ഈ ഭരണഘടനയുമായി മുന്നോട്ടു പോകുന്നത്? തൊട്ടപ്പുറത്ത് ഇക്കഴിഞ്ഞ ദിവസം ആന്റണി രാജുവിന് നേർക്കായിരുന്നു സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനമെങ്കിൽ ആന്റണി രാജു ഇപ്പോൾ മന്ത്രിസഭയിലില്ലാത്തത് പിണറായി വിജയന്റെ തലവേദന കുറയ്ക്കുന്നു. സജി ചെറിയാനെ പുറത്താക്കുന്നതുവരെ ഈ വിവാദം ആളിക്കത്തിക്കൊണ്ടിരിക്കും. അത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒടുവിലത്തെ വീഴ്ചയുടെ ഏറ്റവും വലിയ അടയാളമായി മാറുന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാൻ ഇനി 2 ദിവസങ്ങൾ മാത്രം. അതിനു പിന്നാലെ ഈ രാഷ്ട്രീയ കൊടുങ്കാറ്റും പിണറായി വിജയൻ സർക്കാരിനെ വേട്ടയാടുന്നു എങ്കിൽ അത് ചരിത്രപരമായ ഒരു വിധി തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.